അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കുവാൻ കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ
നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. സ്നേഹബഹുമാനപ്പെട്ട പ്രവേശാളമേ, കൗൺസിലേഴ്സ്, പ്രിയമുള്ള മദരെ, സഹോദരിമാരെ, കൊച്ചനുജിത്മാരെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സ്വസ്ഥമായിട്ടിരിക്കാം. സ്നേഹമാധുര്യത്തിൻ്റെ തേൻകട്ടയുടെ മുൻപിലാണ് നമ്മളായിരിക്കുക. ത്രിത്വൈക ദൈവത്തിൻ്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ മുൻപിൽ ശക്തമായ സാന്നിധ്യം നമുക്ക് തന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് നന്ദിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു സുഹൃതജപം നേരിട്ട് ചൊല്ലാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, സ്നേഹമാധുര്യത്തിൻ്റെ തേൻകട്ടയെ, ആരാധന. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, സ്നേഹമാധുര്യത്തിൻ്റെ തേൻകട്ടയെ, ആരാധന. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, സ്നേഹമാധുര്യത്തിൻ്റെ തേൻകട്ടയെ, ആരാധന. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യമേ, സ്നേഹമാധുര്യത്തിൻ്റെ തേൻകട്ടയെ, ആരാധന. ആമേൻ. ഹല്ലേലൂയ. അവൻ തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ 13:1. അവൻ തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോ മിശിഹായുടെ സ്നേഹത്തിന്റെ തികവിലാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈശോ മിശിഹ ലോകത്തിലായിരുന്നപ്പോൾ അവരെല്ലാം സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ തികവിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തിരുവത്താഴത്തിൽ വെച്ചാണ് എന്ന് നമുക്കറിയാം. തിരുവത്താഴത്തിൽ അവരെ ഒരുക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോ അപ്പോസ്തലന്മാരെ ഒരുക്കുന്നുണ്ട്. അവരുടെ പാദങ്ങൾ കഴുകി അത്താഴത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹ എളിമയുടെ മാലിന്യത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല പാദം കഴുകാനായിട്ട്. അവിടെ തന്നെ പാദം കഴുകരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ പിന്നീട് മനസ്സിലാകും. അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ പൂർണ്ണമായി കഴുകിക്കോളൂ എന്നെല്ലാം പറഞ്ഞ് കർത്താവ് അവരെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നു. അവരപ്പം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അന്നേരത്തെ പ്രത്യേകിച്ചൊന്നും അവർക്ക് തോന്നുന്നില്ല. ഈ പാദങ്ങൾ കഴുകി അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈശോ ഈ സ്നേഹത്തിന്റെ തികവ് അതിന്റെ പൂർണ്ണതയിൽ അവർ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഈശോ പാദങ്ങൾ മാത്രം കഴുകിയത്? അന്നത്തെ ഒരു ശുശ്രൂഷ, അവരുടെ ആചാരങ്ങളിൽ ഒന്നാ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കാല് കഴുകി കടന്നു വരിക എന്ന്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇപ്പൊ പത്രോസ്ലീഹായ്ക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പാദം കഴുകുന്ന ഒരവസ്ഥ ആർക്കാ മനസ്സിലാകാതിരിക്കുന്നത്? പക്ഷെ കർത്താവ് പറഞ്ഞു, അത് മനസ്സിലാകുന്ന ഇപ്പോൾ നിനക്ക് മനസ്സിലാകുകയില്ല, പക്ഷെ പിന്നീട് മനസ്സിലാകുമെന്ന്. അതിനു മുമ്പുള്ള 1-2 വചനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഈ പാദം കഴുകല് എന്ന് നമുക്ക് മനസ്സിലാകും. വിശുദ്ധ യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വീണ്ടും യോഹന്നാൻ 17:17 കർത്താവെ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, ഞാൻ പറഞ്ഞ വചനമാണല്ലോ സത്യം. അപ്പൊ ആ ഒരു പുളിയുടെ മേഖല ഈ ജീവിത 3 വർഷം കൊണ്ട് ഈശോ പൂർത്തിയാക്കി അവസാനം ഈ നിർണായക നിമിഷത്തിലേക്ക് അവിടുന്ന് കടന്നു നിൽക്കുമ്പോഴാണ് ഈ പത്രോസ്ലീഹ ഈ പാദങ്ങൾ കഴുകി അവരെ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് സ്വീകരിക്കുന്നത്. ഈശോയുടെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകൽ അനുഭവവേദ്യമാകണമെങ്കിൽ ഇതുപോലെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, പാദങ്ങൾ കഴുകി അവരെ സ്വീകരിക്കുന്നു. ഈ കുർബാനയുടെ പൂർത്തീകരണം നമുക്ക് കാണുന്നത് വിശുദ്ധ കുരിശിലാണ്. ഗാഗുൽത്തായിലെ മലമുകളിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പൂർത്തിയാക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 19:34 അവിടുന്ന് കുന്തം കൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും ജലവും പുറപ്പെടുന്നു. ഈ രക്തവും ജലവും സ്നേഹം അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ, രക്തവും ജലവും പുറപ്പെടുന്ന ഒരവസ്ഥ. അതാണ് ഇന്ന് നമ്മളിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അനന്തമായ സ്നേഹം. ഇന്നും ഈ തിരുരക്തം തന്നെയാണ് നമുക്ക് തന്നെ ഭക്ഷണമായി നമ്മളെ പരിപോഷിപ്പിക്കുവാനായിട്ട്, ശക്തിപ്പെടുത്തുവാനായിട്ട്,
ദുഷ്ടനോട് മല്ലടിക്കുവാനായിട്ടുള്ള ശക്തിയെല്ലാം നമുക്ക് തന്ന് ഈ സ്നേഹം നമ്മളെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലതു ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അവിടുത്തെ തിരുരക്തവും തിരുജലവും, ഇത് ഈശോയുടെ മാത്രം സ്നേഹമല്ല, ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹമാണിത്. സ്വർഗസ്ഥനായ പിതാവിന്റെ അനന്തമായ സ്നേഹമാണ്. കാരണം പിതാവ് പുത്രനെ ഇങ്ങോട്ട് അയക്കുന്നത് തന്നെ അവിടുത്തെ അനന്ത സ്നേഹത്തിന്റെ തികവിലാണ് നടത്തുന്നത്. എന്റെ പുത്രനെ, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനെ നൽകുവാൻ, തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്നേഹമുണ്ട്. 33-ാമത്തെ അധ്യായം നിയമാവർത്തനം 33:1 മുതൽ 5 വരെ നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഈ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതാവിന്റെ സ്നേഹം തന്നെയാണ് പുത്രന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം. ത്രിത്വിക ദൈവത്തിന്റെ സ്നേഹക്കൂട്ടായ്മയുടെ തികവാണ് ഈ പരിശുദ്ധ കുർബാന. ഇത് അതിന്റെ പൂർണ്ണതയിലേക്കാണ് എത്തി നിൽക്കുക. 33-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് ഞാൻ വായിച്ചോളാം, പിന്നെ പറയുമ്പോൾ എടുക്കണം കേട്ടോ. കർത്താവ് സീനായിൽ നിന്ന് വന്നു, നമുക്കായി സെയറിൽ നിന്ന് ഉദച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. വിശുദ്ധരുടെ 10,000 ഒത്ത് അവിടുന്ന് വന്നു. നമുക്കായി അവിടുത്തെ വലത്തുഭാഗത്ത് നിന്ന് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു. അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു. സ്വർഗസ്ഥനായ പിതാവിന്റെ വലിയ സ്നേഹം കൊണ്ടാണ് ഈ ജ്വലിക്കുന്ന നിയമം ഇങ്ങോട്ട് നമുക്ക് പുറപ്പെടുവിച്ച് തരുന്നത്. ആ വചനത്തിലൂടെ തന്നെയാണ് ഈശോ അപ്പസ്തലന്മാരെ വിശുദ്ധീകരിച്ച് സ്നേഹത്തിന്റെ പൂർണ്ണതയായ വിശുദ്ധ കുർബാനയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ പിതാവ് ഈ വചനം ഇങ്ങ് തരികയാ. സ്നേഹിച്ചു. തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. മോശ നമുക്ക് നിയമം നൽകി, യാക്കോബിന്റെ പിതൃസ്വത്താണിത്. അപ്പോൾ പിതാവിന്റെ സ്നേഹവും അന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. 19-ാമത്തെ അധ്യായത്തില് നമ്മള് പുറപ്പാടിന്റെ പുസ്തകത്തില് 19-ാം അധ്യായത്തില് അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് കാണാം. സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം നയിക്കുക. അവിടെ 19-4 മുതലൊന്ന് കേൾക്കാം. 4 മുതൽ ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്നും നമ്മളെ കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ ചിറകുകളിലാണ് നമ്മളെ സംവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തീഷ്ണതയോടുകൂടി നമ്മൾ ഓടി വന്ന് രാവിലെ ഉണർന്ന് ഓടി വന്ന് ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് അടുക്കളയ്ക്ക് വന്നു എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. സ്വന്തം ജനം എന്തിനു വേണ്ടിയുള്ളതാണത്? കാരണം ഭൂമി മുഴുവൻ എന്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും, ഇതാ പരിശുദ്ധ കുർബാനയും വചനവുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കണം. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇന്നും ഇതുപോലെ സ്വന്തം ജനമായിരിക്കാൻ, വിശുദ്ധ ജനപദമായിരിക്കാൻ, പൗരോഹിത്യത്തിലേക്ക് പങ്കുചേർന്നുകൊണ്ട് നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹം കവിഞ്ഞൊഴുകി ഇന്ന് വിശുദ്ധ കുർബാന നമ്മുടെ മുൻപിലായിരിക്കുകയാണ്. ഇത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചു എന്ന്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നിയമാവർത്തന പുസ്തകത്തില് 11-ാം അധ്യായത്തില് 9 മുതലുള്ള തിരുവചനങ്ങൾ, 11-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ, നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാനിടയാവുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ഈ ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഈജിപ്ത് ദേശം പോലെയല്ല. അവിടെ വിത്ത് വിതച്ചതിന് ശേഷം ഒരു പച്ചക്കറിത്തോട്ടത്തെ എന്നതുപോലെ ക്ലേശിച്ച് നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ്. വീണ്ടും നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണിത്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ സദാ പരിപാലിക്കുന്ന, സ്നേഹം എല്ലാ ദിവസവും ഇങ്ങനെ സ്നേഹമൊഴുക്കി പോരായ്മകൾ തീർത്ത് കുറ്റങ്ങളെടുത്തു മാറ്റി ദുഷ്ടനെ ദൂരെ അകറ്റി ഉണർത്തി ഉത്തേജിപ്പിച്ച് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ സ്നേഹം. ദൈവം സദാ
വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ആ വലിയ സ്നേഹം, ആ തികവ് നമുക്കറിയാം. ഈ ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 15-ാം അധ്യായത്തില് ഈശോ തന്നെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ബലിയർപ്പിച്ച് ബലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പുത്രനെ, അകന്നുപോയ പുത്രനെ കൊണ്ടുവന്ന് അവന് എല്ലാം പുതിയതാക്കി കൊടുത്ത് ഒരു ബലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹം ലൂക്കാസ് വിശേഷത്തിലെ 15-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. പിതാവാകട്ടെ തന്റെ ദാസനോട് പറഞ്ഞു, ഇവനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുക. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്നത്, ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാം. ഈ മേൽത്തരം വസ്ത്രം എന്നതാണ് 22-ാം അധ്യായത്തിലല്ലേ മത്തായി പറയുന്നതില് ഈ മേൽത്തരം വസ്ത്രം ഇല്ലാത്ത കല്യാണ വിരുന്നിൽ നിന്ന് എടുത്ത് പുറത്തു കളയുകയാണ്. ഈ മേൽത്തരം വസ്ത്രം എന്നതാണ്. മേൽത്തരം വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് എന്ന് വെളിപാട് പുസ്തകം 19-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധരുടെ സൽപ്രവൃത്തികളായി മേൽത്തരം വസ്ത്രം. ഈ മേൽത്തരം വസ്ത്രം മേൽത്തരമാകണമെങ്കിൽ അത് രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ചിങ്ങോട്ട് എടുക്കണമെന്ന് 14-ല് വെളിപാട് പുസ്തകം 14-ാം അധ്യായം ഇവരെവിടെ നിന്ന് വന്നു? ഇവര് തങ്ങളുടെ മേലങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ചതാണ്. അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്തിൽ ഈ വസ്ത്രം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന ആ മേൽത്തരം വസ്ത്രമാണ് ഇവിടെ നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത്, വിശുദ്ധിയോടുകൂടി കടന്നു വരിക എന്ന്. അത് കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കണം. കുഞ്ഞാടിന്റെ രക്തം നമുക്ക് എവിടുന്നാ കിട്ടുക? കുഞ്ഞാടിന്റെ രക്തം വെളിപാട് 19:13 പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ രക്തം വെളിപാട് 19:13 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്ന. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്ന. അപ്പൊ ഈ രക്തത്തിൽ മുക്കി എടുക്കുന്ന ഈ മേൽത്തരം വസ്ത്രം വചനം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച സൽപ്രവൃത്തികളാണ് നമുക്ക് വേണ്ടത്. വചനം കൊണ്ട് കഴുകി എന്ന് വെച്ചാൽ അതിൽ കളങ്കമുണ്ടാകരുത്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ അല്ല, നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതാണല്ലോ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തികളെല്ലാം മലിനമായി പോകുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? അങ്ങനെയൊക്കെ വരാൻ 100 സാധ്യതകളുണ്ട്. ചിന്തകളില്, പ്രവൃത്തികളില് ഒക്കെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കഴുകി വിശുദ്ധീകരിച്ച് വചനം കൊണ്ടൊന്ന് കഴുകി വിശുദ്ധീകരിച്ച് മേൽത്തരം വസ്ത്രമാക്കി നമ്മൾ ധരിച്ചിട്ട് വേണം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാൻ. അവിടെ വരുമ്പോഴാണ് ഈ സ്നേഹത്തിന്റെ തികവ് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിന്റെ രഹസ്യം ഇപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ ആ കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ല, അപ്പോഴത് മനസ്സിലാകും. ആ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മേൽത്തരം വസ്ത്രം മാത്രമല്ലല്ലോ, പിന്നെ എന്താ? മോതിരം അണിയണം, ചെരുപ്പണിയണം, ചെരുപ്പ് പുതിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ആ കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്ന് നമുക്ക് വിരുന്നൊരുങ്ങുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്നേഹം. കൊഴുത്ത കാളക്കുട്ടി. ആരാണ് ഈ കൊഴുത്ത കാളക്കുട്ടി? പ്രഭാതം തോറും കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു തന്നെയാണ് നമുക്ക് വിരുന്നൊരുക്കി തരുന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്നേഹം അതാണ്. കൊഴുത്ത കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹ വചനം കൊണ്ട് കൊഴുത്തിരിക്കുന്ന കാളക്കുട്ടി. ആ വചനവും അപ്പവും വിശുദ്ധ കുർബാനയും വചനവും. വിശുദ്ധ കുർബാന മറഞ്ഞിരിക്കുന്ന വചനമാണെന്ന് തന്റെ ഇടയലേഖനത്തിൽ 38-ാമത്തെ ഇടയലേഖനത്തിലെ ആലിസ ഓർമ്മപ്പെടുത്തി തന്നു. നമ്മുടെ വന്യപിതാവ് പറഞ്ഞിട്ടുണ്ട്, മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുകയാണ്. വചനമില്ലാതെ വിശുദ്ധ കുർബാന ഇല്ല എന്ന് പറഞ്ഞാൽ ഒരപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ അതിന് വചനം പറയുമ്പോഴാണ് അത് ഈശോയുടെ തിരുവസ്തിയാകുന്നത്, തിരുശരീരമായി മാറുന്നത്, വിശുദ്ധ കുർബാനയായി മാറുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊന്നിച്ചിങ്ങ് കടന്നു വന്നാല് ആണ് ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. ആ സ്നേഹം തേന്റെ മധുരമാണ്, നമുക്കറിയാം. തേന് നല്ല മധുരമാണ്. പക്ഷെ വചനമില്ലാതാണ് വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ തേൻ കുടിക്കുമ്പോഴും രുചിയറിയാതെ തേൻ കുടിക്കുന്നത് പോലെയായിരിക്കും. രുചിയറിയാതെ തേൻ കുടിക്കുന്നു. മധുരമുണ്ട് ഇവിടെ, സ്നേഹമുണ്ട് ഇവിടെ, പക്ഷെ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു വരണം. ഇവിടെ ത്രിത്വൈക ദൈവത്തിന്റെ ബലിയർപ്പണമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകലാണ് ഈ പരിശുദ്ധ കുർബാന. സ്നേഹം കനീഭവിച്ച് നമ്മുടെ മുൻപിലായിരിക്കുന്നത് ആ പരിശുദ്ധ കുർബാന. തിരുവോസ്തി, ഈശോയുടെ തിരുബലി. പിതാവിനെ ഏറ്റവും പ്രസാദിപ്പിക്കുന്നത് ഈ തിരുബലി തന്നെയാണ്. പരിശുദ്ധിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്. ഇറ്റേണൽ പ്രീസ്റ്റ്, നിത്യപുരോഹിതൻ. ഈശോ നിത്യപുരോഹിതനല്ലേ? നിത്യപുരോഹിതൻ ബലിയർപ്പിക്കുന്നത്, അർപ്പിച്ചത്. ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായം 25-26 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഹെബ്രായ ലേഖനം. പരിശുദ്ധിയിലാണ് ഈശോ ബലിയർപ്പിച്ചത്. പരിശുദ്ധിയിൽ എല്ലാവരോടും എല്ലാം ക്ഷമിച്ച് പിതാവെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് അവസാനം പറയുന്നുണ്ട്. പിതാവെ അവര് ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയായെങ്കിൽ അവരോട് ക്ഷമിക്കണമേ. നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും.
ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ, ഓരോന്ന് ചേർത്ത് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണ് പിതാവെ അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധിയിലുള്ള ബലിയർപ്പണം വായിക്കാമോ? ഓർത്ത് വായിക്കണേ. ഫെബ്രുവരി 7, 25, 26. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഈശോയുടെ വലിയ മഹത്വം അവിടെയാണ് കിടക്കുന്നത്. മനുഷ്യമക്കൾക്ക് ഈ സ്നേഹം വേദ്യമാകണമെങ്കിൽ പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, ഈ അവസ്ഥയിലാണ് ഈശോ ബലിയർപ്പിക്കുന്നത്. നമ്മളും ഈ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഈ പരിശുദ്ധി, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പരിശുദ്ധി അല്ല. അതുകൊണ്ട് ഒരിടത്തും എത്തുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നിട്ട് ഈ സ്വർഗ്ഗസ്നായ പിതാവ് എന്ത് ചെയ്തു, കർത്താവ് എന്ത് ചെയ്തു, കൂടെ അങ്ങ് നിൽക്കും. ഈശോ തന്നെ എല്ലാം ചെയ്യും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിങ്ങൾ വിമുക്തരായി, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. എവിടെയാ എസെക്കിയേല് 36:25 ഞാൻ തെളിക്കുമെന്നാ പറയുക. കർത്താവ് ഇത് ചെയ്യുന്നത്. ഈ വിശുദ്ധീകരണം കർത്താവ് തന്നെ ചെയ്യുക. ഈ കാലുകഴുകൽ കർത്താവ് തന്നെ ചെയ്യുക. അപ്പൊ നമ്മളത് ഈശോയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. ഈശോ എന്ന് പറഞ്ഞ വചനമാണ്. വചനത്തിലൂടെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് വരുമ്പോഴാണ് ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പൊ ദോഷരഹിതൻ, അതൊക്കെ അടിവരയിട്ട് വെക്കുന്നത് ഒത്തിരി നല്ലതാകട്ടെ. പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട. അപ്പൊ അങ്ങനെ പരിശുദ്ധിയിൽ എല്ലാവരോടും എല്ലാം ക്ഷമിച്ച് കുരിശില് സ്നേഹം കൊടുത്ത് പൂർണ്ണമായ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ, പുത്രനായ ഈശോയുടെ, പരിശുദ്ധാത്മാവിന്റെ, ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകലിലാണ് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ എത്തി നിൽക്കുക. ദാഹജലം തേടുന്ന മാൻപേടയെ പോലെ ഓടി വരുന്ന ഒരവസ്ഥ നമ്മൾ ഇതിലേക്ക് അടഞ്ഞു നിൽക്കുമ്പോൾ വലിയ അനുതാപത്തോടെ വചനം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് കടന്നു വരിക. പരിശുദ്ധാത്മാവ് ബലിയർപ്പിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഒരു ബലിയുണ്ട്. പരിശുദ്ധാത്മാവും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. എവിടെയാ? നമുക്കത് ഹെബ്രായ ലേഖനത്തില് 7-ാം അധ്യായത്തിൽ ഒരു ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാം. പേര് പരിശുദ്ധാത്മാവെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എങ്കിലും നമ്മളുടെ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അതറിയാം അത് പരിശുദ്ധാത്മാവാണെന്ന്. എവിടെയാ? അവസാനമോ 3 മുതലുള്ള 2 മുതലുള്ള 1 മുതലൊന്ന് വായിക്കാം. വേഗം വായിക്കാം. രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കീസ്ദേക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിന്റെയും ദശാംശം അബ്രാഹം അവന് നൽകി. അവന്റെ പേരിന് 1-ാമത് നീതിയുടെ രാജാവ് എന്നും 2-ാമത് സലേമിന്റെ സമാധാനത്തിന്റെ രാജാവ് എന്നുമാണ് അർത്ഥം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവന്റെ ദിവസങ്ങൾക്ക് അവന് മാതാവോ പിതാവോ വംശപരമ്പരയോ ഇല്ല. ആർക്ക്? ഈ മെൽക്കീസ്ദേക്കിന്. വീണ്ടും അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ഇങ്ങനെ ഒരാൾ ആരാ? വീണ്ടും തെളിവിവിടെ കിടക്കുന്നു. ദൈവപുത്രന് സദൃശനായവൻ എന്നേക്കും പുരോഹിതന. ആരാത്? അല്ലേ? വേറെ അതിനൊരു മാറ്റമില്ല. ഒരൊറ്റ ആളുള്ള ദൈവപുത്രന് സദൃശൻ. അപ്പൊ മെൽക്കീസ്ദേക്കിന്റെ ബലിയർപ്പണം അത് തന്നെയാണ് നമുക്കിപ്പോൾ ത്രിത്വൈക ദൈവമാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സംബന്ധിക്കുന്ന ഈ ബലിയില് നമുക്ക് വേണ്ടി സ്നേഹം ഇങ്ങനെ ഒഴുക്കി തന്നുകൊണ്ടിരിക്കുന്ന ത്രിത്വൈക ദൈവത്തിന്റെ ആ വലിയ സ്നേഹം. ഈ ഈശോ എക്സോഡസ് പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തില് 17-ാം തിരുവചനത്തില് അഗ്നിയിലാണ് പിതാവ് എഴുന്നള്ളി വരുന്നത്. അഗ്നിയിലാണ് എഴുന്നള്ളി വരുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തില് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? അഗ്നിനാളം അല്ലയോ? അത് ഈ അഗ്നി, അത് ത്രിത്വൈക ദൈവം ഒന്നിച്ചൊന്നിച്ച് അർപ്പിക്കുന്ന ഈ ഒരു ബലി, അനന്ത സ്നേഹത്തിന്റെ ബലി അനുഭവിച്ചറിയുവാൻ ഈ രഹസ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പ്രഭാഷകന്റെ പുസ്തകത്തില് 35-ാം അധ്യായത്തില് 6 മുതലുള്ള ഒരു തിരുവചനമുണ്ട്. നമ്മൾ വരുമ്പോൾ എന്ത് കൊണ്ടുവരണം? നമ്മൾ വെറും കൈയോടെ വരരുത് എന്ന് പറയാം. നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ കാഴ്ചവസ്തുക്കൾ ഉണ്ടാകണം. 5-ാം തിരുവചനം 5 മുതലാകട്ടെ വായിക്കുന്നത്. 6 മുതലാ വായിക്കുന്നത്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്.
അത് വിസ്മരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നീതിമാനായി നിന്നുകൊണ്ട്, നമ്മൾ ആരും നീതിമാന്മാരല്ല, പക്ഷെ അനുദപിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് നീതിമാന്മാർ. അനുദിനം പാപങ്ങൾ കണ്ടെത്തി, കുറവുകൾ കണ്ടെത്തി, വചനം കൊണ്ട് കഴുകി നിൽക്കുന്ന വ്യക്തികളാണ് നീതിമാന്മാര്. അപ്പൊ അവരുടെ വലിയ സ്വീകാര്യം 34 അധ്യായത്തിൽ 22 തിരുവചനത്തിൽ പറയുന്നു, നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല, ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുകയുമില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് എളിമയോടുകൂടി നമ്മുടെ എല്ലായ്മയും കുറവുകളുമെല്ലാം കണ്ടെത്തി കർത്താവിന്റെ വചനം കൊണ്ടുള്ള ഒരു വിശദീകരണത്തിലൂടെ കടന്നു വന്ന് പാദം കഴുകുന്ന ഒരവസ്ഥ നമുക്ക് എന്നും ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 21 അധ്യായത്തില് കർത്താവ് അപ്പസ്തലന്മാർക്ക് പ്രഭാത ബലി എന്താണ് ഒരുക്കി കാത്തിരിക്കുന്ന അപ്പസ്തലന്മാരെ വന്ന് പ്രാതല് കഴിക്കുന്ന പറയുക. അപ്പന്റെ അമ്മയുടെയും ഒക്കെ ഒരു സ്നേഹമാണ്. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, 27:10 സങ്കീർത്തനത്തില്. അപ്പൊ അത് തന്നെ ആ വലിയ സ്നേഹമാണ്. നമ്മൾ യോഹന്നാൻ 21 കാണുന്നുണ്ടല്ലോ. യോഹന്നാൻ 21 നിങ്ങൾ മക്കളെ വന്ന് പ്രാതൽ കഴിക്കുകയും പ്രഭാതം തോറും നമ്മൾ ഇപ്പോഴും ഇങ്ങനെയായി വിളിക്കുന്നത്, വന്ന് പ്രാതൽ കഴിക്കാനാ പറയുക. പ്രാതൽ കഴിക്കാൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുക്കുമ്പോൾ 21 ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് എടുത്തോളൂ. ഒരുക്കി വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പിടിച്ചാൽ കുറച്ച് മത്സ്യവും കൂടി കൊണ്ടുപോകാം. അതാണ് ചോദിക്കുക. അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളെയും കൊണ്ട് പങ്കുചേർക്കുകയായി വലയിലേക്ക്. ഇപ്പോൾ പിടിച്ച ഓരോ പ്രഭാതത്തിലും നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സൽപ്രവൃത്തികൾ നമുക്ക് കൊണ്ടുവന്നൊന്ന് കാഴ്ചയറിക്കാൻ, അർപ്പിക്കാൻ, നമുക്ക് ആത്മാക്കളുണ്ടാകണം കയ്യിൽ. അവരുടെ കാര്യങ്ങൾ, ഇവരുടെ കാര്യങ്ങൾ, കർത്താവ് ഈ ആത്മാവിന്റെ അവസ്ഥ ഇതാണല്ലോ, ഇവരെ ഒന്ന് രക്ഷിക്കണം, ഈ ബലിയിലേക്ക് സമർപ്പിക്കും. ഇപ്പോൾ പിടിച്ച കുറച്ച് മത്സ്യം അതുകൂടെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് കാഴ്ചവെച്ച് ഈ ആനന്ദധാര വിരുന്നിലേക്ക് നമ്മൾ പ്രവേശിക്കണം. വലിയ വിരുന്നാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ വിരുന്ന്, പുത്രനായീശോയുടെ വിരുന്ന്, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് നിന്നുകൊണ്ട് തരുന്ന വിരുന്നാണ്. ഈ ഏഷ്യ 25 ഏഷ്യ 25 6-7 തിരുവചനത്തില്, ഏഷ്യ 25 6-7 തിരുവചനത്തിലും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എല്ലാ ദിവസവും ഉണ്ടല്ലോ വെറൈറ്റി ഓഫ് ഫുഡ്സാണ് നമുക്കിവിടെ. സൺഡേ ഒക്കെ പ്രാവശ്യമാണ് വളരെ കാര്യമായിട്ട് ഓരോ പ്രാവശ്യവും മാറ്റി മാറുമെല്ലാവരും കൂടെ ചേർന്ന് പ്രത്യേക ഭക്ഷണം. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തിന്റെ ഒരു പങ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശരീരത്തിന് ഭക്ഷണം തരുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒരുക്കുന്നത് ഈ വിഭവസമൃദ്ധമായ വിരുന്നാണ്. വിഭവസമൃദ്ധം ഏഷ്യ 25 വായിച്ചോളൂ 6-7. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്, ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. ഈ പർവ്വതത്തിൽ വെച്ച് ഈ മൂടുപടം, വിശുദ്ധ കുർബാനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന മൂടുപടം വചനത്തിലൂടെ വിശദീകരിച്ച് കടന്നു വരുമ്പോൾ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ മൂടുപടം അങ്ങോട്ട് എടുത്ത് മാറ്റിക്കളയും. അതാ പിതാവിന്റെ സ്നേഹം. അപ്പൊ ഈ വിരുന്ന് സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ഈ ആവരണം അങ്ങ് എടുത്തു മാറ്റിയാലേ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് ഹൃദയത്തിൽ ആത്മാവിൽ അനുഭവിക്കാൻ, ആത്മാവിന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വിഭവസമൃദ്ധമായ വിരുന്നിലേക്ക്, ഓരോ ദിവസവും കൊഴുപ്പെല്ലാം മുറ്റിയ വിരുന്നിലേക്ക് ഓരോ ദിവസവും സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളെ ആകർഷിച്ചിരുത്തുമ്പോൾ അവിടുത്തെ 36 സങ്കീർത്തനത്തിലല്ലേ 3 തിരുവചനത്തില് ഉള്ള അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരണം. നമുക്കവിടെ സംതൃപ്തി കിട്ടും. സങ്കീർത്തനം 36 തിരുവചനം കിട്ടിയോ? വായിക്കാവോ? അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. 8 തിരുവചനം കേട്ടോ, 8 തിരുവചനം. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അതാണ് അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധി. നമുക്ക് എത്രയോ സമൃദ്ധമാണ്, എത്രമാത്രമാണ് നമ്മൾ പാനം ചെയ്യാം, എത്രമാത്രം നമ്മുടെ വലിയ പാത്രവുമായി വരുന്നു അത്രയും നിറയ്ക്കാം നമുക്ക്. എത്ര അധികം മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ അവർക്കെല്ലാം ഇത് കൊടുക്കാം. ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ കൊണ്ട് എല്ലാവർക്കും നമുക്ക് ധാരാളം കൊടുക്കാൻ. വലിയ സമ്പത്തിന്റെ ഉടമയാണ് നമ്മൾ, വലിയ സമ്പത്തിന്റെ ഉടമയാണ്. മണവാട്ടികളല്ലേ, രാജാവിന്റെ മണവാട്ടി. രാജാവിന്റെ സ്വത്ത് മുഴുവൻ നമ്മുടെ സ്വത്താ. വിശ്വാസത്തോടെ കടന്നു വരണം. വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരും. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ
ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും ആ വചനത്തിലൂടെ വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ ഈ വലിയ നിധിയിലേക്ക്, ഈ വലിയ വിഭവസമൃദ്ധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് ആവശ്യത്തിന് എടുക്കുകയും സംതൃപ്തമായി ഭക്ഷിച്ച് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്ത് അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ വിശുദ്ധ കുർബാന വലിയ സ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ അനുദിനവും നമുക്ക് പങ്കുപറ്റുവാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് എല്ലാം കൊടുക്കുവാനുമായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കണം. സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിൽക്കും. ഓരോ പേരിലും കത്തിച്ചൊലിക്കുന്ന തീപ്പന്തമായ ആൾക്കാരയിൽ നിൽക്കും. അതുകൊണ്ട് അമ്മ പറയുന്നത് ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും അമ്മയാണ് ഞാൻ അനശ്വരി ആയതുകൊണ്ട് അവൻ പേര് നൽകിയ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ നൽകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 24:18 കിടക്കുന്നതാണ് കേട്ടോ. പ്രഭാഷകൻ 24:18 ഫുട്നോട്ടിലാണ് കിടക്കുന്നത്. അന്നേരത്തിനും ഉത്കൃഷ്ടമായ ഈ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയുടെ സ്നേഹം. ഉത്കൃഷ്ടമായ സ്നേഹമാണ്, സ്നേഹത്തിന്റെ തികവ്. അത് അമ്മയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത്. അത് നമുക്ക് തരുവാൻ വേണ്ടി അമ്മ നോക്കി നിൽക്കുകയാണ്. ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും അമ്മയാണ് ഞാൻ അനശ്വരി ആയതുകൊണ്ട് അവൻ പേര് നൽകിയ എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ നൽകുന്നു. നമുക്ക് അമ്മയുടെ വിപുല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാം. സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അനന്ത സ്നേഹം നമുക്ക് അനുഭവിക്കുവാനും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും വളരെ വളരെ പ്രധാനമായിട്ടും ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന മക്കൾക്ക് ലോകത്തിലെല്ലാവർക്കും കിട്ടണം. ഇത് സകല ജനത്തിനും വേണ്ടിയുള്ളതായല്ലോ, ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ബലിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ ഇതെല്ലാം എത്തിച്ചു കൊടുക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല സഹചാരിയായ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായിട്ടും ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമായിട്ടും അമ്മ ഞങ്ങളോട് കൂടെ നിൽക്കണമേ. എല്ലാം അമ്മ ഏറ്റെടുത്ത് പഠിപ്പിക്കുകയും നയിക്കുകയും വളരെ പ്രധാനമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന സ്നേഹം അനുഭവിക്കുവാനും വേണ്ട വലിയ കൃപ അമ്മ ഞങ്ങൾക്ക് നേടിത്തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യമേ, ആരാധനയേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ, ആരാധനയേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. കരുണാമയൻ നീ, അതിവേറും സ്നേഹം, മുറിവുണക്കിയിടും തൈലം, എന്നാവിലലിയും ഹൃദയേ വസിക്കും, വിരുന്നൊരുക്കിയിടും കൃപയാ. ഈശോ നീ എൻ പ്രാണനാഥൻ,
എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയെ കൈക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. മാധുര്യവാനായ ഈശോയെ, എൻ്റെ സ്നേഹമേ, എൻ്റെ ഭാഗ്യമേ, എൻ്റെ ആയുസ്സേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയെ ഞാൻ സ്വീകരിച്ച് ആരാധിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേക്കു ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ ഈശോയെ, എല്ലാറ്റിലും അധികമായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ സ്നേഹത്തിന്റെ ഒരടിമയായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന എൻ്റെ പാവപ്പെട്ട ഹൃദയത്തെ അങ്ങയിലേക്ക് ആകർഷിക്കണമേ. ഇന്നു മുതൽ അനുഗ്രഹം നിറഞ്ഞ അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ സ്വീകരിച്ച് അങ്ങേ തിരുമനസ് പോലെ എന്നെ നയിക്കണമേ. അങ്ങേ നിയന്ത്രണത്തിൽ ഞാനൊരിക്കലും ആവലാതെ പറയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നൽകുന്നതെല്ലാം അങ്ങേ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാകൊണ്ട് അവയെല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ തിരുമനസ്സിനോട് പരിപൂർണമായി യോജിച്ച് എല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. അങ്ങ് തിരുമനസ്സാകുന്നതെല്ലാം ഈ ജീവിതത്തിലും നിത്യകാലവും ഞാൻ അനുസരിച്ചു കൊള്ളാം. അങ്ങയോടൊരുമിച്ച് ജീവിക്കുവാനും മരിക്കുവാനും ഞാൻ മനസ്സായിരിക്കുന്നു. അങ്ങേ ഇഷ്ടം എൻ്റെ ഇഷ്ടവും അങ്ങേ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളുമാകട്ടെ. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. ഇന്നു മുതൽ അവിടത്തേക്കായി മാത്രം ജീവിപ്പാനും അങ്ങ് തിരുമനസ്സാകുന്നത് മാത്രം മനസ്സാകുവാനും സ്നേഹാർഹമായ അങ്ങേ തിരുമനസ്സിനെ മാത്രം സ്നേഹിപ്പാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. നീതി നിറഞ്ഞതും ഔന്നത്യമേറിയതും സ്നേഹത്തിന് യോഗ്യമായതുമായ ദൈവ തിരുമനസ് എന്നെന്നും നിറവേറട്ടെ, മഹത്വപ്പെടട്ടെ. ഓ ദൈവ തിരുമനസ്സേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തമ്പുരാന്റെ സ്നേഹം ഒരർപ്പണമാണ്. എനിക്കും നിനക്കും വേണ്ടിയുള്ള അർപ്പണം, അവന്റെ സ്നേഹിതരായ നമുക്ക് വേണ്ടിയുള്ള അർപ്പണം. ഈ അർപ്പണത്തെയല്ലേ നാം അറിഞ്ഞോ അറിയാതെയോ സ്നേഹം എന്ന പേരിട്ട് വിളിക്കുന്നത്. എൻ്റെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, എന്നെ കരുതുന്നവർക്ക് വേണ്ടി, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാമുള്ള ഒരു സമർപ്പണം. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും മനോഹരമായ നാമം സ്നേഹം എന്നല്ലാതെ മറ്റെന്താണ്? ആ സ്നേഹമല്ലേ ദിവ്യകാരുണ്യമാകുന്ന തമ്പുരാനും ആത്മദാനത്തിന്റെ മേശയിൽ നിന്ന് എൻ്റെ അകതാരിലേക്ക് പകർന്നു നൽകുന്നത്. പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന, സകലതും സഹിക്കുന്ന, സകലതും വിശ്വസിക്കുന്ന, സകലത്തെയും അതിജീവിക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഒന്ന് മാത്രം. അതാണ് സ്നേഹമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തിനേറെ യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോടുള്ള ഈ ചോദ്യം പലവട്ടം നമ്മുടെ ഹൃദയത്തിലും ഉയരുമ്പോൾ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഉൾത്താരം ഉത്തരമേകുമ്പോൾ നാമും മറന്നു പോകുന്നു.
സ്നേഹിക്കുക എന്നത് ആത്മാവിനോളം വേദന സഹിക്കുന്ന ഒരു അനുഭവമാണെന്ന്. ഈ വേദന അതിൻ്റെ പരകോടിയിൽ അനുഭവിച്ച് മുഴുവൻ ജീവനും നമുക്കായി വിളമ്പി നൽകുന്നതാണ് ദിവ്യകാരുണ്യം. സ്നേഹം മാത്രമായി, സ്നേഹം മാത്രമേകി, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന തമ്പുരാന്റെ ഹൃദയത്തോട് സ്നേഹത്തുടിപ്പുകളോടെ നമ്മുടെ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതികളിൽ നിറയും ദിവ്യചൈതന്യമേ, ഇന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു വിണ്ണും ഭൂതലവും, ആരാധിച്ചിടുന്നു മണ്ണും മാനവരും, ആരാധിച്ചിടുന്നു സർവചരാചരവും, ആരാധിച്ചിടുന്നു അനവരതം നാഥ. നാഥാനുകമ്പയോടിന്നു നോക്കൂ, അങ്ങേ തിരുമുൻപിൽ കേഴുന്ന സുതരേ. കണ്ണീർ തുടച്ചിടണേ, വഴി കാട്ടിടണേ, തീരം കരം നീട്ടി കൃപ തൂകണേ. നാഥാനുകമ്പയോടിന്നു നോക്കൂ, അങ്ങേ തിരുമുൻപിൽ കേഴുന്ന സുതരേ. കണ്ണീർ തുടച്ചിടണേ, വഴി കാട്ടിടണേ, തീരം കരം നീട്ടി കൃപ തൂകണേ. വരമേകാതെ നാഥ എന്നെ വിട്ട് നീ പോയിടല്ലേ. വരമേകാതെ നാഥ എന്നെ വിട്ട് നീ പോയിടല്ലേ. ആരാധിച്ചിടുന്നു വിണ്ണും ഭൂതലവും, ആരാധിച്ചിടുന്നു മണ്ണും മാനവരും, ആരാധിച്ചിടുന്നു സർവചരാചരവും, ആരാധിച്ചിടുന്നു അനവരതം നാഥ. എല്ലാഴും താരകൾ ചുറ്റും നിറയും, അങ്ങേ പാടി പുകഴ്ത്തും ജനങ്ങൾ. നീവൽ പക്ഷികൾ പോലെ കൂടു കണ്ടെത്തിയിടും, അങ്ങേ ബലിവേദിയിങ്കൽ സദാ. എല്ലാഴും താരകൾ ചുറ്റും നിറയും, അങ്ങേ പാടി പുകഴ്ത്തും ജനങ്ങൾ. നീവൽ പക്ഷികൾ പോലെ കൂടു കണ്ടെത്തിയിടും, അങ്ങേ ബലിവേദിയിങ്കൽ സദാ. ദിവ്യകാരുണ്യമല്ല ദില്ലിവർക്കൊരാനന്ദം നാഥ. ദിവ്യകാരുണ്യമല്ല ദില്ലിവർക്കൊരാനന്ദം നാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതികളിൽ നിറയും ദിവ്യചൈതന്യമേ, എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ.
ഇന്നലെ മുളച്ച് ഇന്ന് വിടർന്ന് നാളെ കൊഴിയുന്ന പൂവും ജീവിത മരണത്തിന് സാക്ഷിയാകുന്ന മനുഷ്യനും ഒരു കാര്യം മാത്രമാണ് അനുസ്മരിപ്പിക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തെ പ്രഭാതത്തിൽ ഉണർന്ന് ധ്യാനിക്കുന്ന താപസനും മധ്യാഹ്നത്തിൽ ഊർജ്ജസ്വലതയോടെ വ്യാപരിക്കുന്ന കർമ്മനിരതനും ഉറക്കമില്ലാത്ത രാത്രികളിൽ രോഗക്ലേശങ്ങളുടെ കിടക്കറയിൽ പ്രസന്നവദനായി കഴിയുന്ന രോഗിയും ഒരു സത്യം മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. ഇന്നലെയും ഇന്നും നാളെയും വരും നാളുകളിലും ജീവിക്കുന്നവൻ ഒരുവൻ മാത്രം, ദിവ്യകാരുണ്യേശോ. സൂര്യനേക്കാൾ ശോഭയുള്ളവനായി, കാരുണ്യത്തിൻ്റെ കലവറയായി, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി അവിടുന്ന് ഇന്ന് ദിവ്യകാരുണ്യത്തിൽ വാണരുളുന്നു. പ്രഭയേറുന്ന ദിവ്യകാരുണ്യം ദിനം പ്രതി നമ്മോടോതുന്നത് ഒരു കാര്യം മാത്രമാണ്: ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പുലരിയിലെ സുഖമുള്ള ഉറക്കത്തോട് വിട പറയുമ്പോഴും, സ്വാദില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോഴും, സുഖമില്ലാത്തിടങ്ങളിൽ പാർക്കേണ്ടി വരുമ്പോഴും, കൃത്യനിർവഹണത്തിൽ അപരനെ പരിഗണിക്കുമ്പോഴും, പ്രയാസമുള്ള വേലകൾ എനിക്കായി പകർന്നിടുമ്പോഴും, സത്യം പുലരാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോഴും, സൗകര്യം നോക്കി സൗഹൃദം കടിക്കുന്നവരെ തള്ളിപ്പറയാതിരിക്കുമ്പോഴും ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഏക ശബ്ദമാണ്: ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നത്. ഇരുണ്ട ഹൃദയങ്ങൾക്ക് വെളിച്ചമേകാൻ, കാൽ ഇടറുന്നവർക്ക് ഊന്നുവടിയാകാൻ, തളർന്നു വീഴുന്നവർക്ക് കരുത്തേകാൻ, മരണവക്രത്തിലിരിക്കുന്നവർക്ക് ജീവനേകാൻ, അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് ശക്തി നൽകാൻ ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് മുൻപ് അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഒരു സ്തോത്രഗീതവും പാടിക്കൊണ്ട് ഒലിവമലയിലേക്ക് പോയി. അതെ, വേദനയുടെ അവസ്ഥയിലും സന്തോഷത്തോടെ നന്ദിയുടെ മനോഭാവം കാത്തുപുലർത്തുന്ന യേശുനാഥൻ. മുറിയുന്നത് ആനന്ദകരമാകാതെ കുർബാനയായി മാറില്ല. ഈ സത്യമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ കൂടാശയായി നമ്മുടെ മധ്യേ സന്നിഹിതമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം മുറിയപ്പെടലുകളുടെ ആനന്ദമാണ്. സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു നമ്മളെ അതിശയിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും അതിശയിപ്പിച്ചിരിക്കുന്നു. സുരക്ഷിതത്വം മാറ്റിവെക്കുകയും
സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക എന്ന ദൗത്യത്തെക്കുറിച്ച് ഒരാവേശം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതം നന്നായി ആസ്വദിക്കുന്നത്. മുറിക്കപ്പെടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടാകുവാൻ വേണ്ടി ഒരുവൻ മുറിക്കപ്പെടുന്നതാണ് വിശുദ്ധ കുർബാന. ഒരുത്തന്റെ ചങ്കുപിടച്ചിലുകൊണ്ട് മറ്റുള്ളവർ സന്തോഷിച്ചതാണ് കുർബാനയുടെ ആനന്ദത്തിന്റെ രഹസ്യം. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: നിന്റെ പീഡാസഹനത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. അതെ, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ നമ്മൾ ആചരിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ രാജകീയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അവിടെ പാട്ടുപാടുന്നു, ധൂപം അർപ്പിക്കുന്നു. ഒരുവന്റെ വേദനയും സഹനങ്ങളും നമുക്ക് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ രഹസ്യമായി മാറുകയാണ്. സ്നേഹത്തിന്റെ കൂടാശയായി മാറുന്ന ആത്മദാനത്തിന്റെ മഹാരഹസ്യം. വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: പരിശുദ്ധ കുർബാനയ്ക്ക് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം അപ്പവും വീഞ്ഞും മാത്രമേയുള്ളൂ. രണ്ടാമത്തെ തലം യേശുവിൻ്റെ ശരീരമാണ്. മൂന്നാമത്തെ തലം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരും ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരുമാണ്. അവർ തമ്മിലുള്ള ഐക്യവും യോജിപ്പും സ്നേഹവും ഒന്നിപ്പും. വിശുദ്ധ കുർബാനയുമായുള്ള ഈ സ്നേഹബന്ധത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്കും കടന്നു വരാം. സ്നേഹത്തോടും ഐക്യത്തോടും യോജിപ്പോടും സ്നേഹത്തോടും കൂടെ നമുക്കും വ്യാപരിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്ന ഹൃദയസ്പർശിയായ ഒരു അനുഭവമുണ്ട്. ചെങ്കടലിന്റെ തീരത്തെത്തുകയാണ് മോശയോടൊത്ത് ഇസ്രായേൽ ജനം. ഐശ്വര്യത്തിന്റെ നാടായ കാനാൻ നാട് നോക്കിയാണ് ഇവർ നടക്കുന്നത്. ചെങ്കടലിന്റെ തീരത്തെത്തുന്നതോടുകൂടി വഴിതെറ്റിപ്പോകുമ്പോൾ ഈ ജനം നിലവിളിക്കുന്നുണ്ട്. തിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ച് പിന്നിലേക്ക് നോക്കുമ്പോൾ ഭയപ്പെടുകയാണവർ. ഫറവോയുടെ സൈന്യം കൊലവിളിയുമായി പാഞ്ഞെടുക്കുന്നു. മോശയോട് അവർ സങ്കടം പറയുന്നുണ്ട്: നീ എന്തിന് ഞങ്ങളെ ചതിച്ച് ഇവിടേക്ക് ഇറക്കിക്കൊണ്ടുവന്നു? ഈ കടൽ തീരത്ത് മരിച്ചു വീഴാൻ പോകുകയാണല്ലോ ഞങ്ങൾ. മോശ പറയും: മക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്, പ്രതീക്ഷ കളയരുത്. നമുക്കൊരുമിച്ച് ദൈവത്തെ വിളിക്കാം. ചെങ്കടലിന്റെ തീരത്ത് നിന്ന്, മരണത്തിന്റെ മുന്നിൽ നിന്ന് ജനം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നതും കടലിൽ വഴിവെട്ടിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ഈ അനുഭവങ്ങളെയൊക്കെയാണ് ചുരുക്കി ഒരു വാചകത്തിൽ മോശ പറഞ്ഞു കൊടുക്കുന്നത്. എവിടെയൊക്കെ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം നമ്മുടെ വിളി കേട്ടിട്ടുണ്ട്, അടുത്തേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് വസിച്ചിട്ടുണ്ട്. നമ്മുടെ അത്രയും ഭാഗ്യമുള്ള വേറെ ഏത് ജനമാണുള്ളത്?
സ്നേഹത്തിൻ്റെ ഈ കൗരാസിക സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കും അവിടുത്തെ മനം നൊന്ന് വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ജീവിതാവശ്യങ്ങളിലേക്ക്, പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, അസാധ്യമെന്ന് കരുതുന്ന മേഖലകളിലേക്ക്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സമയം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ലോക ജനതയുടെ മേൽ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടട്ടെ. ഇസ്രായേൽ ജനത അനുഭവിച്ച ആ ദൈവിക സാന്നിധ്യം നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹ സാന്നിധ്യത്താൽ നാം ഓരോരുത്തരും ധന്യരാകട്ടെ. വിശുദ്ധ കുർബാനയുടെ തിരുനാളിനൊരുങ്ങുന്ന നമുക്ക് ഈ സമയം തിരുനാളിനൊരുക്കമായ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. വിശുദ്ധ കുർബാനയിൽ മിശിഹാ സജീവമായി സന്നിഹിതനായിരിക്കുന്നുവെന്നും ദിവ്യകാരുണ്യം ഞങ്ങളുടെ ആത്മീയ ഭോജനമാണെന്നുമുള്ള അവബോധം ഞങ്ങളിൽ ഉളവാക്കുകയും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ഞങ്ങളെ ഉപരി വളർത്തുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഏറ്റുപറയാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും എന്നരുളി ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി സ്നേഹപൂർവ്വം ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന കർത്താവേ, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എന്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്തുകൊണ്ട് ആത്മീകവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി അങ്ങേ പക്കലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന കർത്താവേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തിൽ വളരുവാനും അങ്ങനെ എല്ലാവരും ദൈവപിതാവിന്റെ മക്കളാണെന്ന് തെളിയിക്കുവാനും ഞങ്ങളെ ഉദ്ബോധിപ്പിച്ച കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹരാജനായ ഈശോ, ആത്മാവിന്റെ ജീവനും പ്രകാശവുമായ അങ്ങ് ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദപരാവസ്ഥയിൽ സംരക്ഷിക്കണമേ. ലോകം ഞങ്ങളെ വെറുക്കുമ്പോഴും ബന്ധുമിത്രങ്ങൾ ഞങ്ങളെ വിസ്മരിക്കുമ്പോഴും ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹിതൻ വിശുദ്ധ സക്രാരിയിലുണ്ടെന്ന് ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷകൾ തകരുമ്പോഴും ഉദ്യമങ്ങൾ വിഫലമാകുമ്പോഴും അങ്ങ് ഞങ്ങളുടെ ആശ്വാസ കേന്ദ്രമായുണ്ടെന്ന് ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. ലോകത്തിന്റെ മായാമോഹങ്ങളും ശരീരത്തിലെ ദുർവാസനകളും പാപത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മുൻപേ നടന്ന് നയിക്കുകയും പിൻപേ നിന്ന് ഉത്തേജിപ്പിക്കുകയും ഉള്ളിൽ എഴുന്നള്ളി വന്ന് അങ്ങിലേക്ക് ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും.
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും